തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു തരംഗമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ടായിരിക്കുന്നത്. പത്തു വർഷക്കാലമായിട്ട് ഭരണമില്ലാതെ ഇരിക്കുന്ന, അതിൻ്റെ അധികാരമോ സ്വാധീനമോ ഇല്ലാതെ ഭരണത്തിൻ്റെ എല്ലാ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ. കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് നൂറുകണക്കിന് കേസുകൾ, കള്ളക്കേസുകൾ, അതുപോലെ അക്രമങ്ങൾ, അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ സമാനതകളില്ലാത്തൊരു പോരാട്ട വീര്യം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് UDFന്റെ പ്രവർത്തകന്മാരുടെ. നിങ്ങൾക്കറിയാം, പോളിംഗ് ദിവസം പോലും UDFന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ, ഏജന്റുമാർക്കെതിരെയൊക്കെ നടന്ന ആക്രമണങ്ങൾ, ഇന്നലെ വിജയദിനത്തിൽ നടന്ന ആക്രമണങ്ങളും എല്ലാം തന്നെ എത്രമാത്രം പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് UDFന്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഫീൽഡിൽ നിൽക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അവരുടെ ആ വലിയ സേവനത്തെ, ഈ വിജയം 10 വർഷത്തെ ഭരണത്തിന് പുറത്തിരുന്നിട്ടുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നേടിയെടുത്ത വലിയ വിജയത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ ഒരിക്കൽ കൂടി അങ്ങേയറ്റം തുറന്ന മനസ്സോടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കൂടി വേണ്ടി അഭിനന്ദിക്കാനും എല്ലാവിധമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുക. ഞങ്ങളുടെ 14 DCCകളും ആ DCCകളുടെ കൂടെയുള്ള കോർ കമ്മിറ്റികളും നേതാക്കന്മാരായിരുന്നവരും അവർ അഹോരാത്രം കഷ്ടപ്പെടുകയും പാടുപെടുകയും ചെയ്തിട്ടുള്ളതിന് ഓരോ ജില്ലയിലെയും പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സാധിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും. വളരെ ചിട്ടയായിട്ടുള്ള, കൃത്യനിഷ്ഠയോടുകൂടിയിട്ടുള്ള, സൂക്ഷ്മതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് സ്ഥാനാർത്ഥി നിർണയത്തിലും ക്യാമ്പയിനിങ്ങിലും മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ നടത്തിയത് എന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. KPCC കഴിഞ്ഞ 1 കൊല്ലമായിട്ട്, സുധാകരൻ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങി പ്രിയപ്പെട്ട സണ്ണി ജോസഫ് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ വളരെ തീവ്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിനോട് വിജയം. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ വിജയം സമ്മാനിക്കുന്നതിൽ പിണറായി വിജയൻ സർക്കാരിന് വലിയൊരു പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനം വെറുത്തൊരു സർക്കാർ കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണത്തിനിടയിൽ ഇത്രമാത്രം വെറുപ്പ് സമ്പാദിച്ചിട്ടുള്ള ഒരു സർക്കാർ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓരോ പ്രവർത്തനങ്ങളിലും അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ എങ്ങനെ വെറുപ്പിക്കാമെന്നുള്ള കാര്യമാണ്. നിലപാടുകളുടെ കാര്യത്തിലാണെങ്കിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സറണ്ടർ മൂഡിലായിരുന്നു കേന്ദ്രവുമായിട്ട്. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു വിജയം BJP നേടിയിട്ടുണ്ട്. ഞങ്ങൾക്കതിൽ ആഹ്ലാദമൊന്നുമില്ല. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ നേടാനുണ്ടായ സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ലാത്തവർ, പക്ഷെ അതാരുണ്ടാക്കിയതാണ്. തൃശ്ശൂരിലത്തെ പാർലമെന്റിലേക്ക്, തൃശ്ശൂർ പാർലമെന്റിലേക്ക് ഒരു അംഗത്തെ BJPക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. തൃശ്ശൂർ പൂരത്തിന്റെ വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞങ്ങൾ മാത്രമല്ല, അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി വരെ, CPI സ്ഥാനാർത്ഥി വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ തൃശ്ശൂർ പാർലമെന്റിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനും BJPക്ക് കൊടുക്കാൻ ഒരേ ഒരു കാരണക്കാരേ ഉള്ളൂ. അത് കേരളത്തിലെ പിണറായി സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും. കാര്യം അവരുടെ നിലപാടുകൾ എങ്ങനെയാണ്? ഇപ്പൊ PM ശ്രീയും ലേബർ കോഡും ദേശീയപാത അഴിമതികളൊന്നും, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകൾ
CPM അണികൾക്ക് പോലും ചിന്തയുണ്ടാക്കിയിട്ടുണ്ട്. വളരെ സോഫ്റ്റായ സമീപനം BJPയോട് നേതാക്കന്മാർ സ്വീകരിക്കുമ്പോൾ പിന്നെ അവർക്കെന്താ സ്വീകരിക്കാത്തത്? അതുകൊണ്ടാണ് CPMന്റെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശക്തി കേന്ദ്രങ്ങളെല്ലാം ഒലിച്ചുപോയത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് CPM അണികൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? മോഡി സർക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുക. ഇതാണ് നയം. പാർട്ടിയുടെ നയം എന്തായിക്കോട്ടെ, അതുമൂലം CPMന്റെ പ്രവർത്തകർക്ക് BJPയോട് അടുക്കുന്നതിനോ അവർക്ക് വോട്ട് ചെയ്യുന്നതിനോ ഒരു മടിയില്ല. അവസരത്തിനൊത്ത് നയം മാറേണ്ടതല്ല രാഷ്ട്രീയ നയങ്ങൾ. അതിന്റെ ഫലമാണ് തൃശൂർ പാർലമെന്റിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ കൂടി BJP കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തു വന്നാലും ഞങ്ങളുടെ നിലപാടാണ് ശരി എന്ന് പറയുന്ന സമീപനമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നപ്പോഴും 19 മുതൽ നടക്കുന്ന ആ കൊള്ളയെ പ്രോത്സാഹിപ്പിച്ചത് CPM നയിക്കുന്ന ദേവസ്വം ബോർഡാണ്. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അത് ആരെയും കണ്ടുപിടിക്കില്ലായിരുന്നു. അപ്പൊ അവരെ ഹൈക്കോടതി കണ്ടുപിടിച്ച് SIT അറസ്റ്റ് ചെയ്തിട്ടും ആ പ്രതികളെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ഈ അന്വേഷണം മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം ശ്രമങ്ങൾ നടത്താമോ നടത്തുകയാണ് ചെയ്തത്. ഇതുപോലൊരു സർക്കാർ വേറെ ഉണ്ടായിട്ടില്ല. ശബരിമലയുടെ കാര്യത്തിൽ ഇതാണ് അവരുടെ നിലപാട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റും മുഖ്യമന്ത്രി ഇപ്പൊ നിങ്ങൾക്ക് ഡൽഹി മാധ്യമ പ്രവർത്തകർക്കറിയാം. ഇപ്പൊ നിർമ്മലാ സീതാരാമന്റെ കൂടിക്കാഴ്ചയായാലും അമിത്ഷായിട്ടുള്ള കൂടിക്കാഴ്ചയായാലും കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കൂടിക്കാഴ്ച നടത്തുന്നൊന്നും തെറ്റുമില്ല. പക്ഷെ ആ കൂടിക്കാഴ്ചകൾക്ക് അപ്പുറത്തുള്ള മാനം അതിനുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഉദ്യോഗസ്ഥന്മാരില്ലാതെ ചർച്ച നടത്തുമ്പോൾ ഈ അന്തർധാരകള് കേരളത്തിലെ ജനം മനസ്സിലാക്കി എന്നുള്ളതാണ് കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ഈ റിസൾട്ട് ഒന്ന് നോക്കുകയായിരുന്നു. 2020 941 ഗ്രാമപഞ്ചായത്തുകളിൽ UDF കിട്ടിയത് 321. അത് 2025 ആകുമ്പോൾ 505 UDFന്റെ ടാലി. LDF അന്ന് കിട്ടിയത് 514. ഇപ്പോഴത് 340 BJPക്ക് 2020 കിട്ടിയത് 19 ഗ്രാമപഞ്ചായത്താണ്. ഇപ്പോൾ അത് 26 ഗ്രാമപഞ്ചായത്തുമാണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾ ആകെ 152 ബ്ലോക്ക് പഞ്ചായത്തിൽ 38 ബ്ലോക്ക് പഞ്ചായത്ത് UDFന് കിട്ടി 2020. ഇപ്പോൾ അത് 79. LDFന് 108 ബ്ലോക്ക് പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു, അത് 63. BJPക്ക് 20ലും 0, ഇപ്പോഴും 0. ഒരു ബ്ലോക്ക് പഞ്ചായത്തും ഇല്ല. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് 14ൽ UDFന് 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 10 LDF ആയിരുന്നു, 2 ടാലിയായിരുന്നു. 2025 ആകുമ്പോഴേക്ക് UDFന് 7, LDFന് 7. BJPക്ക് 20ലും 0, ഇപ്പോഴും 0. മുനിസിപ്പാലിറ്റി 86 മുനിസിപ്പാലിറ്റിയാണ് ഉള്ളത്. 2020 UDFന് 39, LDFന് 35, BJPക്ക് 2. ഇപ്പോൾ ഇതാ UDFന് 54, അതായത് 39ൽ നിന്നും 54ലേക്ക് പോയി UDF. LDF 35ൽ നിന്നും 28ലേക്ക് വന്നു. BJPക്ക് 2 മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴും 2 തന്നെ. കോർപ്പറേഷൻ 6ൽ UDFന് 2020 ഒരു കോർപ്പറേഷൻ മാത്രമാണ് ഉണ്ടായത്, കണ്ണൂർ കോർപ്പറേഷൻ. ഇപ്പോൾ അത് 4 കോർപ്പറേഷനായി. 5 കോർപ്പറേഷൻ ഭരിച്ചിരുന്ന LDF ഇപ്പോൾ ഒരു കോർപ്പറേഷൻ ഒതുങ്ങി, അതും കടുത്ത മത്സരത്തിലൂടെ. മനസ്സിലാക്കേണ്ടത് BJPക്ക് തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതാണ് റിസൾട്ട്. UDFന് വ്യക്തമായിട്ടുള്ള മുൻതൂക്കം. ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രിയും രാജ്നാഥ് സിംഗും ഗഡ്കരിയും
ഒന്നിനൊന്ന് പിറകെ ഒന്നായിട്ട് അണിനിരന്നുകൊണ്ട് കേരളം എന്തോ അങ്ങ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറയുണ്ടായി. ശരിയാണ്, അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയിട്ടുണ്ട്. ആ വിജയം അവർക്കുണ്ടായതാണ്. ഞാൻ അതിനെ വില കുറച്ചൊന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ തിരുവനന്തപുരം ആ കോർപ്പറേഷൻ വിട്ടൊന്ന് മുന്നോട്ട് പോയാൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് പോലും അവർക്കില്ല. കേരളത്തിലെ ഗ്രാമ, ജില്ലാ, മുനിസിപ്പൽ, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ റിസൾട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വായിച്ചത്. 2020 നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് അവർ കിട്ടിയിരിക്കുന്നത്? അവർക്കുണ്ടായിരുന്ന പന്തളവും പാലക്കാടും അവർക്ക് നഷ്ടപ്പെട്ടു. സത്യത്തിൽ ഭൂരിപക്ഷം ഇപ്പൊ പുതുതായിട്ട് 2 കിട്ടിയിട്ടുണ്ട്. ഇത് ഉണ്ടായിരിക്കും ഒരു മായാപ്രപഞ്ചം സൃഷ്ടിക്കുകയാണ്. ഒരു മായാപ്രപഞ്ചം. കേരളം എന്തോ BJPയുടെ കീഴിലേക്ക് പോവുകയാണ് എന്നുള്ള മായാപ്രപഞ്ചം സൃഷ്ടിച്ചിട്ട്, ഇതാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രിയുടെയും മറ്റുള്ളവരുടെയും ജോലി. എപ്പോഴും പബ്ലിസിറ്റിയും PR വർക്കും കൊണ്ട് ജനങ്ങളെ അവരുടെ മനോഗതിയെ തിരിക്കാൻ പറ്റുമോ നോക്കുകയാണല്ലോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ യാഥാർത്ഥ്യം ഇതാണ്, റിയാലിറ്റി ഇതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്, അവിടെ ഇവിടെയൊക്കെ ജയിക്കാതിരിക്കുമോ? ഇതുകൊണ്ട് കേരളത്തിൽ എന്തോ വലിയ അട്ടിമറി നടന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റായ കാര്യമാണ്. ഇന്നലെ തന്നെ ഞാൻ അതിനെ കണക്ക് വെച്ച് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട്. കാരണം ഇത് സാധാരണക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമന്ത്രി, ഡിഫൻസ് മിനിസ്റ്റർ, ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ, ഹെൽത്ത് മിനിസ്റ്റർ അങ്ങ് തുടങ്ങി നിരയായിരുന്നു. ഇതിങ്ങനെ ഒരു വലിയ ഇതാണ് BJPയുടെ തന്ത്രം ഇപ്പം മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ ഉണ്ടായതെന്താ? അവർക്ക് 1199 ടോട്ടൽ. ഈ നമ്പർ ഞാനെല്ലാം കൂട്ടിയത്. അതിൽ BJPക്ക് 21 ഉള്ളത്. 1199. അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് ഇതൊക്കെ കൂട്ടിയാൽ ഈ 1199 21 നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് 29 ആയിട്ടുണ്ട്. 8 വർദ്ധിച്ചിട്ടുണ്ട്. 1199 8 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.1% താഴെയല്ലേ? അല്ല, 1% താഴെയല്ലേ? ഈ വിജയത്തെ പർവ്വതീകരിച്ച് കാണിച്ചിട്ട് മായാപ്രപഞ്ചം ഉണ്ടാക്കുന്നത് അവരുടെ സ്വഭാവമാണ്. പക്ഷെ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളത് ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു തന്ത്രമാണ്. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ എന്റെ വാചകം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മനസ്സിലാവും. അത് സന്തോഷകരമായ കാര്യമല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അതിന്റെ പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? അവിടെ കോർപ്പറേഷൻ ഉണ്ടായ കാലം മുതൽ ആരാണ് ഭരിക്കുന്നത്? കോർപ്പറേഷൻ ഉണ്ടായ കാലം മുതൽ ഭരിക്കുന്നത് CPM ആണ്. ഞങ്ങളെ മോശമായ അവസ്ഥയിലുണ്ടായിരുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അത് ഞങ്ങൾ തുറന്ന് സമ്മതിച്ചതാണ്. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ നന്നായിട്ടൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കി. ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇതിന്റെ അപകടം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വളരെ കരുതലോടെ, ശ്രദ്ധയോടുകൂടി ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയത്. അതിന്റെ ഗുണമുണ്ടായി എന്ന് വെച്ച് പൂർണ്ണമായിട്ടും അർത്ഥത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയെന്ന് ഞങ്ങൾ അവകാശപ്പെട്ടു. ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. പക്ഷേ CPMന്റെ വാർഡുകളല്ലേ ചോർന്നു പോയത്? അതും സെക്രട്ടേറിയറ്റിന് തൊട്ടു മുന്നിലല്ലേ ഇത്? ഭരണസിരാ കേന്ദ്രത്തിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അവരുടെ പവറും അധികാരവും എല്ലാം ഇരിക്കുന്നിടത്ത്. അതാണ് ഞാൻ പറഞ്ഞത്. കേരള കോൺഗ്രസ് എമ്മിന് ചിന്തിക്കേണ്ട സമയമായി എന്നുള്ളൊരു പ്രതികരണം KPCC പ്രസിഡന്റിൽ നിന്ന് ഇന്നലെ ഉണ്ടായിരുന്നു. ഇത് രാവിലെ ഉണ്ടായി. ഇതിപ്പോൾ ഇതിന്റെ ഒരു ആർട്ടിക്കായി കേരള കോൺഗ്രസ് എമ്മിനെ തിരിച്ച് UDFിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഇല്ല. അല്ല, അതൊന്നും പിന്നെ പാർട്ടിയിലെ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് അങ്ങനെ ഒരു വിജയം വന്ന ഉടനെ അത്തരം ഒരു ഇതിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ വരട്ടെ. വരുന്ന കേരള രാഷ്ട്രീയത്തിൽ എന്താണ് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ 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 അത് വരുന്ന ദിവസങ്ങളിൽ കാണാം. എന്താണ് അതിനകത്ത് ഒരു കോൺക്രീറ്റ് ആയിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായ ഉടനെ തന്നെ അപ്പുറത്തെ മുന്നണിയിൽ നിന്ന് ഒരു കക്ഷിയെ ഇങ്ങോട്ട് വിളിക്കുക എന്ന് പറയുന്ന അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നു. ഇത് സമാനമായിട്ടല്ല,
സമാനമായിട്ടെന്ന് പറയുന്നത് ഞാൻ അന്ന് പറഞ്ഞത് വളരെ ക്ലിയർ ആയിരുന്നു. ക്ഷേമ പെൻഷൻ ആർ ശങ്കറിന്റെ കാലഘട്ടം മുതലുള്ള പെൻഷനാണ് കേരളത്തിലുള്ളത്. ഇത് എല്ലാ ഗവൺമെന്റുകളും മാറി മാറി കൊടുക്കുന്നതാണ് ക്ഷേമ പെൻഷനുകൾ. പക്ഷെ യഥാസമയം അവർക്ക് കൊടുക്കാതെ തിരഞ്ഞെടുപ്പിനെ തൊട്ടു മുമ്പ് ഇത് വിതരണം ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങളുടെ മനസ്സിലെ ചിന്ത ഇവർക്കെന്തോ ഔദാര്യം കൊടുക്കുകയാണ്, ഗവൺമെന്റ് ഔദാര്യം കൊടുക്കുകയാണ്, ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് തരുന്ന പൈസയായിട്ട് ഔദാര്യം കൊടുക്കുകയാണ്. അത് ഇലക്ഷൻ തൊട്ടു മുമ്പേ കൊടുക്കുന്ന രീതിയെയാണ് ഞാൻ എതിർത്തത്. അന്ന് തന്നെക്കെതിരെ കോലം കത്തിക്കല്, പ്രസ്താവനകള്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ എം മണിയുടെ വായിൽ നിന്നല്ല അത് വന്നു. ഇത് മണി ഒറ്റയ്ക്ക് പറഞ്ഞതല്ല. നിങ്ങൾക്കൊക്കെ കേരളത്തിൽ ബന്ധങ്ങളുള്ളതാണ്. കേരളത്തിലെ ഓരോ വീടുകളിലും അവർ കയറി വോട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞത് ഇതാണ്, LDFനെ തോൽപ്പിച്ചാൽ ഈ പെൻഷൻ നിന്നുപോകും. അതുകൊണ്ട് നിങ്ങളെല്ലാം പെൻഷൻ വാങ്ങിക്കുന്നത് ഇതുകൊണ്ടാണ്. ഏത് നമ്മുടെ ഏതെങ്കിലും സർക്കാരിന്റെ പൊതുഖജനാവിൽ നിന്നെടുക്കുന്ന പണം സത്യത്തിൽ സ്വന്തം കയ്യിൽ നിന്നെടുക്കുന്ന പണം പോലെയാണ് അവർ പ്രചരിപ്പിച്ചത്. അതേ പ്രതിഫലനമല്ലായിരുന്നു എം മണിയുടെ ഇന്നത്തെ പ്രതികരണം. അത് അദ്ദേഹം പറഞ്ഞു, മറ്റെല്ലാവരും മനസ്സിൽ വെച്ചു വന്നു. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ ചോദ്യം എന്നോട് ചോദിച്ചല്ലോ, ഞാൻ നിലമ്പൂർ പ്രസംഗിച്ചതിന്. അതേ പ്രതികരണമല്ല അവരുദ്ദേശിക്കുന്നത്. ഇത് തന്നെയാണെന്നുള്ള തെളിവല്ലേ അത്. CPM ഉദ്ദേശിക്കുന്നത്, CPM നേതാക്കന്മാരെല്ലാം ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെയും മനോഗതി പെൻഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, അപ്പൊ നിങ്ങൾ വോട്ട് തരാൻ ബാധ്യസ്ഥരല്ലേ. അതല്ലേ മണിയുടെ സ്റ്റേറ്റ്മെന്റ് എന്നല്ല, അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ഇതാണ് നിങ്ങളുടെ ധാരണ. മണിയുടെ സ്റ്റേറ്റ്മെന്റ്, എം മണിയുടെ സ്റ്റേറ്റ്മെന്റ് അത് തന്നെയാണ്. പറഞ്ഞ ഭാഷയാണെങ്കിൽ ആ ഭാഷ ഇപ്പൊ ഞാനിവിടെ വിവരിക്കുന്നില്ല. എന്താ ഭാഷ പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടതാണ്. എങ്ങനെയാണ് സത്യത്തിൽ ജനങ്ങളെ അപമാനിക്കുകയായിരുന്നില്ലേ? കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇതുപോലെ അപമാനിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? എന്ത് മോശമായിട്ടാണ്. സർക്കാരിന്റെ ഔദാര്യമാണോ? സർക്കാരിന്റെ അവരെന്തോ ഔദാര്യം പോലെ ഇവരെല്ലാം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കേണ്ട പണം ഇവരെല്ലാം അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന പോലെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ആ രീതി എന്ത് അപമാനകരമായ പ്രസ്താവന. കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ അപമാനിച്ചല്ലേ. മുഖ്യമന്ത്രിയാണ് ഇതിന് സമാധാനം പറയേണ്ടത്. അപ്പൊ ഇവരുദ്ദേശിക്കുന്നത് പെൻഷൻ എന്ന് പറഞ്ഞാൽ ആ പെൻഷൻ കൊടുത്താൽ വോട്ട് കിട്ടിക്കൊള്ളണം, ഇല്ലെങ്കിൽ നിങ്ങൾ നന്ദികേട കാണിക്കുന്നതാ പറയുന്നത്. ഇതിനപ്പുറം ഞാനെന്ത് പറയാനാ? അത് തന്നെ എനിക്ക് അസത്തില് മണി പറഞ്ഞതിനേക്കാൾ എനിക്കേറെ പ്രയാസം തോന്നിയത് CPM ജനറൽ സെക്രട്ടറി അത് പറഞ്ഞപ്പോഴാണ്, സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോഴാണ്. പാർട്ടിക്ക് മനസ്സിനകത്ത് ഇക്കാര്യത്തിൽ അഭിപ്രായം ഇല്ല എങ്കിൽ അപ്പൊ പറയണ്ടേ, അത് പാർട്ടിയുടെ അഭിപ്രായമല്ലാന്നെങ്കിലും പറയണ്ടേ അദ്ദേഹം. അത് പറഞ്ഞത് മോശമായി പോയി, അങ്ങനെ ഒരു ഭാഷ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറയുന്ന വിവരം അദ്ദേഹത്തിന്റെ ശൈലിയിൽ പിടിച്ച് രക്ഷപ്പെടാൻ നോക്കുക ചെയ്തത്. പറഞ്ഞ ആളെ ശൈലിയിൽ പിടിച്ച് രക്ഷപ്പെടുത്താൻ നോക്കുക ചെയ്തത്. അപ്പൊ ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്, വ്യത്യസ്ത ശൈലിയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. CPM സെക്രട്ടറി ചെയ്തത് കൃത്യമായിട്ടും അതിനെ ഓതന്റിക്കേറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞത് ഇതാണ്, മുഖ്യമന്ത്രിയുടെയും CPM സെക്രട്ടറിയുടെയും എല്ലാവരുടെയും മനസ്സിലിരിപ്പ് ഇത് തന്നെയാണ്. ഞങ്ങൾ പെൻഷൻ തന്നിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിന് മുമ്പ് തരുന്നുണ്ട്, അപ്പൊ വോട്ട് ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. വോട്ട് ചെയ്തില്ലാത്തതുകൊണ്ട് നിങ്ങളെ അപമാനിക്കും, നിങ്ങളെ വളരെ നേച്ഛമായ ഭാഷയിൽ നിങ്ങളെ അപമാനിക്കും. ഇതാണ് ഇന്നലെ ഉണ്ടായ സംഭവം. ആ സംഭവം ഉണ്ടായിട്ടും ഇത് ഒരു ദിവസം ഇന്നലെ മുഴുവൻ നമ്മൾ കേട്ടതാണ്. രാവിലെ ഉണ്ടായ സ്റ്റേറ്റ്മെന്റാണിത്. ഒരു CPM നേതാവും പ്രതികരിച്ചില്ല. അപ്പൊ വളരെ കൃത്യമാണത്. അവര് തെരഞ്ഞെടുപ്പ് ദിവസം ഞാൻ പറഞ്ഞു, നിങ്ങൾ കണ്ടില്ല കണ്ണൂരിലെ ഒരു വിഷ്വൽ കാണാൻ പറ്റുമായിരുന്നു. ഒരു കടയിലിരിക്കുന്ന എന്ത് തെറ്റായാണ് ചെയ്തത്. ഇത് തന്നെയാണ് അവരുടെ മുഖം. തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് പെൻഷന്റെ പേരിൽ വോട്ട് ചെയ്തിട്ടെങ്കിൽ ഭീഷണിപ്പെടുത്തും, മറ്റൊരു ഭാഗത്ത് വോട്ട് ചെയ്യാത്തവരോ അല്ലെങ്കിൽ നമുക്കെതിരായി നിന്ന ആളുകളെല്ലാം ആക്രമിച്ച് കീഴടക്കാൻ നോക്കും. അത് എന്ത് ധൃതിയായ ആക്രമണം. ഇതൊന്നും കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ നേടാൻ കഴിയില്ല എന്ന് അവർ ഇനിയും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ പാലക്കാട് നഗരസഭ, കോഴിക്കോട് നഗരസഭ, ഈ രണ്ട് സ്ഥലങ്ങളിലും പാലക്കാട് നഗരത്തിൽ ഇന്ത്യ ശക്തി മുന്നണിക്ക് അല്ലെങ്കിൽ BJP അധികാരത്തിൽ നിന്ന് തടയാണെങ്കിൽ അത്തരം നീക്കമുണ്ടാകുന്നു. അല്ലെങ്കിൽ അതേപോലെ തന്നെ കോഴിക്കോട് നഗരസഭയിൽ CPM അധികാരത്തിൽ വീണ്ടും തിരിച്ചെത്തുന്ന തടയാമെന്നാണ്.
അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയറാണ്. പാർട്ടി കേരള നേതാക്കന്മാരെല്ലാം അത് വ്യക്തമാക്കും. പാർട്ടി നിലപാട് വളരെ ക്ലിയറാണ്. BJP അധികാരത്തിൽ വരുന്നത് തടയുക എന്നുള്ളത് തന്നെയായിരിക്കും കോൺഗ്രസിന്റെയും UDFന്റെയും നിലപാട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. BJP അധികാരത്തിൽ വരുന്നത് തടയുക. അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിലും സീറ്റ് ഒരു 2004 ഒരു കേന്ദ്രത്തിലുണ്ടായ പോലത്തെ ഒരു അല്ല, അധികാരമൊന്നും ഞങ്ങൾ ആരുമായിട്ട് CPM പോലെ പാർട്ടികളായിട്ടും ഷെയർ ചെയ്യുക എന്ന് പറയുന്നതൊന്നും അതൊന്നും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഞങ്ങളുടെ മനസ്സിനകത്തുണ്ടാകുന്ന കാര്യം CPM-ഉം BJP-യും തമ്മിലാണ് ധാരണ പലയിടത്തും. പക്ഷെ ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. BJPക്ക് അധികാരത്തിൽ വരാതിരിക്കാനുള്ള രാഷ്ട്രീയ നിലപാടായിരിക്കും കോൺഗ്രസ് എടുക്കാൻ പോകും. ഇത്തരം പ്രസ്താവനകളൊക്കെ പാർട്ടി ഗൗരവതരമായിട്ട് കാണും. അങ്ങനെ ആരെയും പരസ്യമായിട്ട് നിലപാടുമായിട്ട് ആര് പോയാലും തിരക്കെടുക്കുക. അതിനെതിരെ ശക്തമായ നടപടി. ജനങ്ങളാ സർ ക്യാപ്റ്റൻ. ജനങ്ങളാണ് നമ്മളെ ജയിപ്പിച്ചിരിക്കുന്നത്. അവരുടെ കൂടെ നിൽക്കുക. കേരളത്തിലെ കോൺഗ്രസിലെ എല്ലാവരും UDFലും എല്ലാവരും അതേ ചിന്തയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളൊക്കെ ശ്രമിക്കും കുറച്ച് പേര്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചൂടാക്കിയിട്ട്. ഇതൊന്നും ചൂടാവേണ്ട കാര്യമില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കൂട്ടായിട്ടുള്ള നേതൃത്വത്തിന്റെ പരിണത പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുള്ള വിജയമാണ്. അതിൽ വ്യക്തിപരമായിട്ട് ആരുടെയും വിജയമല്ല, വ്യക്തിപരമായ ആരുടെയും പരാജയമല്ല. അങ്ങനെയാണ് വ്യക്തിപരമായ എല്ലാവരുടെയും വിജയമാണ്, അങ്ങനെ വ്യക്തിപരമായ ആരുടെയും വിജയമല്ല. ആ രീതിയിലാണ് ഇതിന് വ്യാഖ്യാനിക്കുന്നത്. അതായത് ഒരു യോജിച്ച മുന്നേറ്റത്തിന്റെ ഫലമാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് അറിയുകയും ചെയ്യാം, പാർട്ടി പ്രവർത്തകർക്കും അറിയാം. ഒരു വിഷയം, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നു എന്നുള്ള അതിന് കോൺഗ്രസിന്റെ പ്രതികരണമായിട്ട് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അഴിമതിയുടെ സ്മാരകമാണ്, UPയുടെ അഴിമതിയുടെ സ്മാരകമാണെന്നാണ് മോഡി ആദ്യം പറഞ്ഞത്. ഈ പാർലമെന്റിൽ ഞാൻ കേട്ടതാണ്. 2014 അദ്ദേഹം പ്രധാനമന്ത്രിയായി വന്ന ഉടനെയുള്ള അദ്ദേഹം പാർലമെന്റിൽ പ്രസംഗിച്ചതാണ്, നിങ്ങളുടെ അഴിമതിയുടെ സ്മാരകമാണ്. പിന്നീട് അദ്ദേഹം കോവിഡ് കഴിഞ്ഞപ്പോൾ തിരുത്തി പറഞ്ഞു, കോവിഡിനെ രക്ഷപ്പെടുത്തിയ ഏറ്റവും വലിയ പങ്ക് ആ തൊഴിലുറപ്പ് പദ്ധതിക്കാണ്. ഓക്കെ, പക്ഷേ ഫലത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ അനുവദിക്കേണ്ട തുക ചുരുക്കി ആ പദ്ധതിയെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളായിട്ട് പാർലമെന്റിലും പുറത്തും ഇത് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്തായാലും അതിന്റെ പേരങ്ങ് മാറ്റിയിട്ട് ആ പദ്ധതി തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പറഞ്ഞ ജനമനസ്സുകളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് UPയുടെ സോണിയാഗാന്ധിയുടെ മൻമോഹൻ സിംഗിന്റെ പദ്ധതിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഒരു പേര് മാറ്റിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം മാറ്റിയിട്ട് അടിച്ചു മാറ്റാന്ന് വിചാരിച്ചാൽ അതൊന്നും വിലപ്പോകുന്ന കാര്യമല്ല. പക്ഷേ ഇതൊക്കെ വളരെ വളരെ ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് തൊഴിലുറപ്പ് പദ്ധതിയിൽ കൊടുക്കേണ്ട പണം മുഴുവൻ കൊടുത്തു തീർക്കുക എന്നുള്ളതാണ്. 100 ദിന പിന്നെ പണി പോലും കിട്ടാൻ പറ്റാത്ത വണ്ണം കുരുക്കുകൾ ഉണ്ടാക്കുകയാണ് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സഹോദരിമാർക്കും അല്ലെങ്കിൽ സഹോദരന്മാർക്കും ഒക്കെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന പകരം അവസരം നിഷേധിക്കുന്ന കാര്യമാണ് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ എഫക്റ്റീവാക്കി മാറ്റാനുള്ള നടപടിയാണ് അവർ സ്വീകരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വളരെ വേഗത്തിൽ തന്നെ അതിലേക്ക് പോകും. ഇനി ഒരു ദിവസം പോലും കളയാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ട്രാറ്റജീസും പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ എല്ലാവരുമായി കൂടിയാലോചിച്ച് ഞങ്ങളുടെ ഒരു ഇപ്പോൾ ഫോമാറ്റ് തന്നെ അതാണ് എല്ലായിടത്തും. അത് കേരളത്തിൽ മാത്രമല്ല, നേരത്തെ തന്നെ സ്ക്രീനിംഗ് കമ്മിറ്റിയൊക്കെ നിശ്ചയിക്കുക, സ്ഥാനാർത്ഥികളുടെ കണ്ടെത്തലുകൾ നടത്തുക, ഇതൊക്കെ കേരളത്തിലും ഇനി പെട്ടെന്നുണ്ടാവും. അല്ല, തെരഞ്ഞെടുപ്പിൽ നേരത്തെ പ്രിപ്പറേഷൻ ആരംഭിക്കും. അല്ല, ഉണ്ടാകുന്ന ഇന്നലെ DCC തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ ശ്രീകണ്ഠന്റെയും പ്രസ്താവന ഞാൻ കണ്ടു. അത് കൃത്യമാണ്, അത് തന്നെയാണ് സ്റ്റാൻഡ്, പാർട്ടിയുടെ സ്റ്റാൻഡ് അതാണ്. BJP അധികാരത്തിൽ വരാതിരിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കാനാണ് ഞങ്ങളുടെ നിലപാട്. അതല്ല, ഞാൻ എല്ലായിടത്തും ഒരു പൊതുവായിട്ടുള്ള ഇതാണെന്നാണ്. എവിടെയൊക്കെ BJP അധികാരത്തിൽ വരുന്ന സാഹചര്യമുണ്ടോ അവിടെ തടയാൻ പറ്റുമെങ്കിൽ തടയണം എന്നത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. എന്ന് വെച്ച് അത് വെച്ചിട്ട് പവർ ഷെയർ ചെയ്യാൻ പോവില്ല.
പുറത്തൊന്നും വേണ്ടെടുത്ത്. ഇതിപ്പോൾ റാലിയാണോ അതിൻ്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് തിരിച്ചു. രണ്ടാമതായി BJP ഇന്ന് വീണ്ടും പ്രതികരിച്ചിരിക്കുന്നത് 70 വർഷമായി വോട്ട് മോഷ്ടിച്ചിരുന്ന ആളുകളാണ് ഇപ്പോൾ ഒരു കുറ്റമായി. അതെ, ആ വോട്ട് മോഷ്ടിച്ചത് നിങ്ങൾ കേട്ടല്ലോ. എന്താണ് വോട്ട് മോഷ്ടിച്ചത്? 3 വോട്ട് മോഷ്ടിക്കല് അമിത്ഷാ പറഞ്ഞത് നിങ്ങൾ കേട്ടു. ഞാനത് പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതാണ്. മാധ്യമങ്ങളൊന്നും വരുന്നില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ ഒന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയതാണ്. നമ്പർ 1 വോട്ട് ചോരി. നമ്പർ 2 ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ ഇലക്ഷൻ തോറ്റത്. 3 പിന്നെ സോണിയാഗാന്ധി വിദേശ പൗരത്വം നിർത്തിക്കൊണ്ട് വോട്ട് ചെയ്തത്. അമിത്ഷാ പാർലമെന്റിൽ പ്രസംഗിച്ച ഈ 3 പോയിന്റാണ്. അതാണല്ലോ പറയുന്നത് വോട്ട് ചോരി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് വോട്ട് ചോരിയിലിടാന്ന് പറയുന്ന അവരോട് ഞങ്ങൾ എന്ത് മറുപടി പറയാനാണ്? അപ്പൊ അത് മഹാത്മാഗാന്ധി നടത്തിയതാണ് ചോരി എന്ന് പറയേണ്ടി വരില്ലേ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുന്നത് ശരിയാണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരും വന്നിരുന്നു. വർക്കിംഗ് കമ്മിറ്റിയിൽ മഹാത്മാഗാന്ധിയാണ് നിർദ്ദേശിച്ചത്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. പിന്നെ ആരും മത്സരിച്ചില്ല, ഏകകണ്ഠമായിട്ടാണ് നടന്നത്. ഏകകണ്ഠമായിട്ട് ആ പ്രസിഡന്റ് ആയതുകൊണ്ടാണ് പ്രസിഡന്റ് നേരെ പ്രൈം മിനിസ്റ്റർ പദത്തിലേക്കും വരുന്നത്. അപ്പൊ മഹാത്മാഗാന്ധിയാണോ വോട്ട് ചോരി നടത്തിയത്? 2 ഇന്ദിരാഗാന്ധി റായ്ബറയിൽ തോറ്റു, ഇലക്ഷൻ കേസ് പോയി. അത് കഴിഞ്ഞ് അതേ ഇന്ദിരാഗാന്ധി ജനാധിപത്യത്തിലൂടെ തിരിച്ചു വരികയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 77 അടിയന്തരാവസ്ഥയുടെ കാലത്തും ഞാൻ പറഞ്ഞതാണ്, ഇന്ദിരാഗാന്ധി അടക്കം തെരഞ്ഞെടുപ്പിൽ തോറ്റു. അതാണ് വോട്ട് ചോരി ഇല്ലായിരുന്നു, കൃത്രിമമില്ലായിരുന്നു ഏറ്റവും വലിയ തെളിവ് അത് തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ദിരാഗാന്ധി ജയിച്ചാൽ പോരെ. ഇപ്പം ഇവർ ചെയ്യുന്ന പോലെയാണെങ്കിൽ സോണിയാഗാന്ധിയുടെ വോട്ടിന്റെ കാര്യം റോസ് അവന്യൂ കോർട്ടിൽ ഒരു കേസുണ്ടായിരുന്നു. ആ കേസ് കോടതി തള്ളി, ഒരു മെറിറ്റും ഇല്ലാതെ തള്ളി. സോണിയാഗാന്ധി വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, സോണിയാഗാന്ധി വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ആധികാരികമായിട്ട്. അതിനാണ് ഞാൻ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചത്, തെളിയിക്കട്ടെ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ഈ 3 കള്ളമാണെന്ന് കാപട്യമാണെന്ന് കൃത്യമായി തെളിഞ്ഞില്ലേ? അപ്പൊ അവരീ പറയുന്നത് അവർക്കൊരു മറുപടി ഉണ്ടായിരുന്നില്ല പാർലമെന്റിൽ. കൃത്യമായി അട്ടിമറിക്കാനുള്ള നടപടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വോട്ട് ചോരിയിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഭരണം നിലനിർത്താനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടരും. ഇന്നത്തെ റാലി ആ റാലി തന്നെയായിരിക്കും, ജനങ്ങളുടെ വികാരം പ്രതിഫലിപ്പിക്കുന്ന റാലിയായിരിക്കും. ഇത് കഴിഞ്ഞ് 5 കോടി ജനങ്ങൾ ഒപ്പിട്ട നിവേദനം ഇന്ത്യൻ പ്രസിഡന്റിന് നമ്മൾ സമർപ്പിക്കുകയും ചെയ്യും. പാലക്കാട് വിജയിച്ച 2 കൌൺസിലർമാർ കോൺഗ്രസ് പുറത്താക്കിയ രാഹുൽ മാങ്കുട്ടിയെ പോയി കാണുന്ന സാഹചര്യം ഉണ്ടായി. അതിനെങ്ങനെയാണ് പാർട്ടി? ഞാൻ ഇതിനൊക്കെ നേരത്തെ മറുപടി പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടും. ഇന്നലെയും മിഞ്ഞാന്നും നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. വിജയിച്ച കൌൺസിലർമാരാണ് പോയി കണ്ടത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അപ്പം അതിനകത്ത് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ നിലപാട് വളരെ ക്ലിയർ ആണ്. അത് അവിടുത്തെ DCC പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ജോൺ വിശ്വാസം ഇന്നലെ നിയമൊക്കെ പറഞ്ഞത് താങ്കളാണ് BJPയെ സഹായിക്കുന്നത്. അതിന് കാരണമായിട്ട് പറഞ്ഞത് രാജസ്ഥാനിലെ രാജ്യസഭ രാജിവെച്ച് BJPക്ക് അത് വിഷമമുണ്ട് അവർക്ക്. ആലപ്പുഴയിൽ ഒരു MP സ്ഥാനം ആകെ ഉണ്ടായിരുന്നത് തോറ്റുപോയല്ലോ. അതിന്റെ വിഷമമായിരിക്കും അവർ പറയുന്നത്. ഞാൻ അവിടെ മത്സരിക്കാതിരിക്കല്ലേ ഇത്. BJPയോടും CPM-നോടും ഒരു ത്രികോണ മത്സരമായിരുന്നു യഥാർത്ഥത്തിൽ ഇപ്രാവശ്യം ആലപ്പുഴ നടന്നത്. നിങ്ങൾക്ക് ആലപ്പുഴ റിസൾട്ട് എടുത്ത് നോക്കിയാൽ അറിയാം നടന്നത് എങ്ങനെയാണെന്ന്. അത് ആലപ്പുഴയിലെ CPM-കാർ പറയും എന്താണ്, ഞാൻ അവിടെ പോയില്ലായിരുന്നെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയല്ല. ഞാൻ ഇപ്രാവശ്യം അവിടെ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ആലപ്പുഴയിലെ സ്ഥിതി എന്നുള്ളത് ആലപ്പുഴയിലെ CPM-കാർക്ക് അറിയാം. അതുകൊണ്ട് അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അപ്പൊ അദ്ദേഹത്തിന് പറയാം. പിന്നെ ഞാനല്ല തീരുമാനിക്കുന്നത് മത്സരിക്കാൻ. എന്റെ പാർട്ടി, കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ മത്സരിക്കാൻ പോയത്. ഞാൻ മുഖ്യമന്ത്രിയെ കുറിച്ച് നിങ്ങളൊരു ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയുണ്ട്. ആദ്യം കണ്ണാടി സ്വന്തം ഇങ്ങനെ വെച്ചിട്ട് മുഖം ഒന്ന് നോക്കണം, സ്വന്തം മുഖം. എന്നിട്ട് ആ മുഖത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. ഇതൊക്കെ ചേരുന്നത് ആർക്കാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. അഹങ്കാരം എന്നുള്ള വാചകം ഇപ്പൊ ആർക്കാണ് ചേരുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക്, മാധ്യമപ്രവർത്തകർക്ക് അറിയില്ലേ? നിങ്ങൾ എത്ര പ്രാവശ്യം അനുഭവിച്ചതാണ്? കേരള ഹൗസ് എല്ലാ ദിവസവും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? പിന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതയോ അല്ലെങ്കിൽ ഒരാൾക്കൊരു പോസ്റ്റ് എന്നുള്ളതായിരിക്കും ധാരണ ഉണ്ടാകുന്നത്. ഏതാണ്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും? അല്ല അതൊക്കെ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. സ്ട്രാറ്റജിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇലക്ഷന് വരുന്ന ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അതിന്റെ യോഗങ്ങളൊക്കെ കൂടി സ്ട്രാറ്റജി ഉണ്ടാക്കും. പൊതുവായൊരു സ്ട്രാറ്റജി ഉണ്ടാവും, ഇന്നത്തെ തീരുമാനം ഉണ്ടാവും.
കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം കൂടി കണക്കാക്കുന്നുണ്ട്. അതായത് ഇപ്പൊ അല്ല, അതിപ്പോ എനിക്ക് ഒറ്റയ്ക്ക് പറയേണ്ട കാര്യമല്ലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് പൊതുവായിട്ട് എല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ട് അവിടെ ഉണ്ടാകുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ലേ അത്തരം കാര്യങ്ങൾ സ്ട്രാറ്റജി എന്ത് വേണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നു. അല്ല, കേരളത്തിൽ വിജയിക്കാൻ വേണ്ടി ഏതൊക്കെ വരുമോ? അല്ല, വിജയിക്കാൻ ജനങ്ങൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ജനങ്ങളുടെ ആ തയ്യാറെടുപ്പിന് നമ്മളും കൂടെ തയ്യാറാവണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഞങ്ങൾ തയ്യാറാവും. പല എംപിമാരും അടക്കം പറയുന്നത് നല്ല സ്ഥാനാർത്ഥികൾ മത്സരിച്ച് ജയിക്കുന്നുള്ളതാണ്. നല്ല സ്ഥാനാർത്ഥികൾ മത്സരിച്ച് ജയിക്കും. അപ്പൊ നമുക്കിത് ഇവിടെ അവസാനിക്കാം. നമസ്കാരം.